2 വർഷം മുൻപാണ് മധ്യപ്രദേശിലെ BJP സർക്കാർ അവരുടെ കിടപ്പാടങ്ങൾ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിർത്തിയത്. 2022 രാമനവമിക്ക് നടന്ന വർഗീയ ലഹളയുമായി ബന്ധപ്പെട്ടാണ് അന്ന് മധ്യപ്രദേശ് ഭരിച്ച ശിവരാജ് സിംഗ് ചൗഹാന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ ഗാർഗോണിയെ മുസ്ലിം വിശ്വാസികളുടെ വീടും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം ഇടിച്ചു നിർത്തപ്പെട്ടത്. അതിന് ഇരയായവരിൽ ഒരാളാണ് ഹസീന ഫക്രു. വിധവയായ ഹസീന PM ആവാസ് യോജനയുടെ കീഴിൽ ലഭിച്ച വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ബുൾഡോസർ നീതി നടപ്പാക്കലിൽ കയറിക്കിടക്കാനുണ്ടായിരുന്ന സ്ഥലം ഇല്ലാതെയായി. വോട്ട് ചോദിക്കാൻ മോദി എത്തിയപ്പോൾ തനിക്ക് വീട് തിരികെ തരണമെന്ന് ആവശ്യപ്പെടണമെന്ന് തീരുമാനിച്ചിരുന്ന ഹസീനയെ പക്ഷേ മക്കൾ വിലക്കി. ഇപ്പോൾ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് 3 ആൺമക്കളും ഒരു മകൾക്കുമൊപ്പം അവർ ജീവിക്കുന്നത്. വെള്ളമില്ല, വൈദ്യുതിയില്ല. 2022 ഏപ്രിൽ 10 രാമനവമി ഘോഷയാത്രക്കിടയിലാണ് വർഗീയ ലഹളയുണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് 80ഓളം പേർ പിടിയിലായി. പ്രദേശത്തെ 50ഓളം മുസ്ലിം വിശ്വാസികളുടെ കടകൾ, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്താൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ പ്രതിയായ വ്യക്തി പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചതാണ് ഇതെല്ലാം എന്നായിരുന്നു അധികൃതരുടെ വാദം. UPയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിയ ബുൾഡോസർ മാതൃകയാണ് മധ്യപ്രദേശിലെ BJP സർക്കാരും അവലംബിച്ചത്. ആംനസ്റ്റിയുടെ ഫെബ്രുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിൽ 122 ഇടിച്ചു നിരത്തൽ നടത്തിയതിൽ 617 പേരാണ് ഇരകളായത്. അതിൽ 56 എണ്ണവും മധ്യപ്രദേശിലാണ്. ഹസീനയുടെ വാക്കുകൾ ഇങ്ങനെ: തങ്ങളുടെ പ്രദേശത്ത് ഒരു തരത്തിലുള്ള ലഹളകളും നടന്നിട്ടില്ല. ലഹള നടന്നിടത്തു നിന്നും വളരെ അകലെയാണ് ഞങ്ങളുടെ വീട് നിന്നിരുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് വീടിടിച്ച് നിരത്തിയത്. വീടിടിച്ച് നിരത്തിയ ശേഷം വൈദ്യുതി മീറ്റർ പോലും എടുക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇത് ഹസീനയുടെ മാത്രം അവസ്ഥയല്ല. ഈ സാഹചര്യത്തിലാണ് മോദി മധ്യപ്രദേശിൽ വോട്ട് ചോദിക്കാനെത്തിയത്. അവിടെയും വർഗീയത തുളുമ്പുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്.